നമസ്കാരം പ്രഭാവതി. വാ. അല്ല, ആരാ ഇത്? വർഷങ്ങളായല്ലോ കണ്ടിട്ട്. എന്തുണ്ട്, സുഖം തന്നെയല്ലേ? സുഖം. നമ്മൾ ഇന്നാള് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് കണ്ടതല്ലേ ഉള്ളൂ. പ്രഭ ഓർമ്മിക്കാത്തതാ. ഓ, അത് ശരിയാണല്ലോ. ഈയിടെ മറവി ഒത്തിരി കൂടുതലാ. അല്ല, അമ്പലത്തിൽ കേറുന്നില്ലേ? ഇതെന്താ നടയില്? പ്രഭയെ കാണാൻ തന്നെ. ഞാനും എന്റെ ഈ അനന്തരവളും പ്രദക്ഷിണം ചെയ്തു വരുമ്പോ തന്നെ പ്രഭാവതിയെ കണ്ടിരുന്നു. അപ്പൊ പിന്നെ പ്രഭ തൊഴുതിറങ്ങിയിട്ടൊന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി കാത്തു നിന്നതാ. അത് വെറുതെ. എനിക്ക് അറിഞ്ഞൂടാത്ത വിലാസിനൊന്നും അല്ലല്ലോ ഇത്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അല്ലാതെ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യത്തില്ല. എന്താ വിലാസിനി പ്രശ്നം? തുറന്നു പറഞ്ഞോ. ഞാനത്രയ്ക്ക് അന്യൊന്നും അല്ലല്ലോ. അല്ല, പ്രഭ അല്പമെങ്കിലും എന്നോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് അഖിലാണ്ടേശ്വരിയോടുള്ള വിരോധം കൊണ്ടാണെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവ് അവിടെ ഉള്ളതല്ലേ. എനിക്ക് അവരോട് അകൽച്ച കാണിക്കാൻ പറ്റില്ലല്ലോ. ഓ, ആ കാര്യമൊന്നും പറയണ്ട. അഖിലാണ്ടേശ്വരി ആഞ്ഞൊന്ന് തുമ്മിയാ ഈ ഭൂലോകം അങ്ങ് പപ്പടായി പോകുന്ന അവളുടെ വിചാരം. എനിക്ക് അങ്ങനെയുള്ളവരെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, വിലാസിനി ഇപ്പൊ കാത്തു നിന്ന കാര്യം പറ. എനിക്കിനി 1-2 ക്ഷേത്രം കൂടി പോകാനുണ്ട്. എന്നെ ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. പണ്ടൊരിക്കൽ പ്രഭ എന്നോട് ഒരാളുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അങ്ങാടി പുറത്തെങ്ങാണ്ടുള്ളൊരു സ്വാമിയുടെ കാര്യം. എനിക്ക് അയാളുടെ വീടൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അങ്ങാടിപ്പുറത്തെ സ്വാമി എന്ന് പറഞ്ഞാല് വിലാസിനി, അയാളൊരു സാധാരണ സ്വാമിയൊന്നും അല്ല. സംഗതി അല്പം പെശക. മന്ത്രവാദവും മഷിയിട്ടുനോട്ടവും ചില ദുർമൂർത്തി സേവകളും എല്ലാം കൂടി ചേർന്ന്. ഓർമ്മയുണ്ട്. അയാളെ തന്നെയാ ഞങ്ങൾക്കിപ്പോ അത്യാവശ്യമായി കാണാനുള്ളത്. യക്ഷിയെപ്പോലെ മുടിയഴിച്ച് അട്ടഹസിച്ച് നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയുടെ ഉച്ചം തലയില് ഒരാണി തറയ്ക്കണം ഞങ്ങൾക്ക്. അതിനാവശ്യം ഒരു ദുർമന്ത്രവാദി തന്നെയാ. സഹായിക്കാൻ പറ്റുമോ പ്രഭാവതിക്ക്? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. ഇല്ലെങ്കിൽ നമ്മൾ ഈ രാത്രിയിൽ കണ്ടിട്ടേ ഇല്ല. എന്തു പറയുന്നു? അഖിലാണ്ടേശ്വരിയെ തളയ്ക്കാനല്ലേ ഈ പ്രഭാവതി റെഡിയാ. എപ്പോഴാ നിങ്ങൾക്ക് അയാളെ കാണേണ്ടത്? ഈ രാത്രിയാണോ? ഇപ്പൊ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് വശ്യമാണ് ഫലം കാണുക. വശ്യം ഒരു മാന്ത്രിക കർമ്മം തന്നെയാണ്. മനുഷ്യരെയോ ദേവതകളെയോ ചില ജീവികളെയോ വശീകരിക്കുന്നതാണ് ഈ കർമ്മം. അയ്യോ, വേറാരും വേണ്ട. എന്റെ ആനന്ദേട്ടന്റെ കല്യാണം നടക്കണം, അത്രേ ഉള്ളൂ. കുറച്ചു നേരം വാ തുറക്കാതെ ചുമ്മാതിരിക്കാവോ? വശ്യം തന്നെ ചെയ്യണം. അതിനാ പ്രഭാവതിയെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നത്. എന്റെ ലക്ഷ്യം ഒന്നേ ഒന്നാ,
ബിസിനസിനെ കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാത്ത ആനന്ദിന്റെ മനസ്സിൽ ഈ ജയന്തി കയറി കുടിയിരിക്കണം. ഉം. അവൻ ജയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടി മോഹിച്ചലയണം. ഇവളെയെ താലി കെട്ടുമെന്ന് ഒറ്റ വാശിയിൽ നിൽക്കണം. അതെല്ലാം സാധിക്കും. ഒന്നിനും ഒരു തടസ്സം വരില്ല. അതിനുവേണ്ടി വശ്യപൂജ നടത്തണം. അതും കരുനാൾ ദിനത്തിൽ. രാഹുകാലം തുടങ്ങി 3:45 നാഴികയ്ക്കുള്ളിൽ പൂജ പൂർത്തിയാക്കി മന്ത്രിച്ച് ചരട് കെട്ടണം. ആർക്ക്? ആരെയാണോ വശീകരിക്കേണ്ടത് അയാളുടെ ശരീരത്തിൽ തന്നെ. ഓ, പിന്നെ ഒരു മണ്ഡലം. അതായത് 48 ദിവസങ്ങൾക്കുള്ളിൽ പയ്യൻ മോഹിതനായി പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട. പൂജയ്ക്കുള്ള ഏർപ്പാട് തുടങ്ങാം. ഇന്നോ നാളെയോ തന്നെ. പൈസ കുറച്ച് അധികമാകുന്ന പൂജയാണ്. കുഴപ്പമില്ലല്ലോ. പണം ഒരു പ്രശ്നമല്ല. ഇവളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. ആ, ആയിക്കോട്ടെ. കരിനാളിലെ ഈ പൂജ നടത്താൻ പാടുള്ളൂ. നാളെ വെള്ളി കരിനാള. അപ്പോ നാളെ തന്നെ നമുക്ക് പൂജ നടത്തിയാലോ? അത് മതി, അത് മതി. ഒട്ടും താമസിക്കണ്ട. അപ്പൊ നാളെ വെള്ളി 10:12 രാഹുകാലം. അതിനുള്ളിൽ പൂജ നടക്കണം. പയ്യനെയും കൊണ്ട് നിങ്ങൾ എത്തിയാൽ മതി. ആനന്ദിനെ ഇവിടെ കൊണ്ടുവരാനോ? നടന്നത് തന്നെ. അവൻ വലിയ തിരക്കുള്ള ബിസിനസ്മാനാ. അവനെ അങ്ങനെയൊന്നും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല, ഈ മന്ത്രവാദമൊന്നും കേട്ട അവൻ വരികയില്ല. ഒരു കാര്യം ചെയ്താൽ മതി. ആ മന്ത്രിച്ച ചരട് എന്റെ കയ്യിൽ തന്നാ ഞാൻ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാം. ഇല്ലില്ല, അതൊന്നും ഫലം തരില്ല. ആരെയാണോ വശീകരിക്കേണ്ടത് അയാളെ ഇരുത്തി പൂജ ചെയ്യണം. പൂജ പൂർത്തിയാക്കി മന്ത്രോച്ചാരണത്തോടുകൂടി ചരട് കയ്യിൽ കെട്ടിയാലേ ഫലമുണ്ടാകുള്ളൂ. ആന്റി, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? വേറെ വഴിയെന്താ? ഇങ്ങോട്ട് വരില്ലെങ്കിൽ പയ്യൻ അടുത്തേക്ക് പോയി പൂജ ചെയ്യണം. അത്ര തന്നെ. അയ്യോ, അതൊന്നും നടക്കില്ല. വലിയ ബുദ്ധിമുട്ടാ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ ഉള്ളൊരു വഴി. ഏതെങ്കിലും അമ്പലത്തിലേക്ക് ഞാൻ വന്നാലോ? പയ്യനെയും കൂട്ടി നിങ്ങൾ അവിടെ എത്തിയാൽ മതി. അവിടെ വെച്ച് ചെയ്യാൻ പൂജ. എന്തു പറയുന്നു? അത് നല്ല ഐഡിയ. ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദിനെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുവരാം. ഏത് ക്ഷേത്രത്തിൽ വരണമെന്ന് ഞാൻ രാവിലെ വിളിച്ചറിയിക്കാം. പൂജ കഴിഞ്ഞ് ചരട് കെട്ടിയ ഈ കല്യാണം നടക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും 48 ദിവസങ്ങൾക്കുള്ളിൽ പെണ്ണ് സുമംഗലിയാകും. അത് മാത്രം മതി. ജയന്തി, അവിടെ വച്ചേക്ക്. ശരിയപ്പോ നാളെ കാണാം. ശരി, കാണാം. നിൽക്ക്. ഈ രാത്രി വരെ നീ ഇതെവിടെയായിരുന്നു? പൂജയ്ക്ക് മന്ത്രവാദി. എന്ത് പൂജാമന്ത്രമോ? അമ്പലത്തിൽ പോയതാ. അവിടുന്ന് ഒരു പൂജാമന്ത്രത്തിന്റെ പുസ്തകം വാങ്ങാൻ നിന്നപ്പോ താമസിച്ചു പോയി. എന്നിട്ട് എവിടെ പുസ്തകം? അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ കിട്ടും. നാളെ 10:30ക്കും 12 മണിക്കും ഇടയ്ക്ക്. ഇതെന്താ പുസ്തകം തരാനും മുഹൂർത്തവും? ആയിക്കോട്ടെ, നീ ഏതമ്പലത്തിലാ പോയത്? അത് വിളപ്പുറത്ത് ദേവി ക്ഷേത്രത്തിൽ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മംഗളകർമ്മ അലങ്കോലമാക്കിയിട്ട് നീയൊക്കെ എന്തിനാടി ഇങ്ങനെ അമ്പലം തോറും ഇറങ്ങുന്നത്? നിന്നെ കണ്ടപ്പോ ദേവി ഇറങ്ങി ഓടിക്കാണുമല്ലോ. ഓഹോ,
അപ്പൊ അതാണ് കാര്യം. അതെ, ആ കാർഡില് സഹദേവേട്ടന്റെ പേരില്ലായിരുന്നു. നമ്മളൊന്നും തൃച്ചംബരത്തെ ആരുമല്ലെന്ന് കാണിക്കാൻ വേണ്ടി ആ തന്തയും മോളും കൂടി പ്ലാൻ ചെയ്ത് അച്ചടിച്ചതാ ആ കാർഡ്. അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. കല്യാണിയുടെ കാർഡിൽ എന്റെ പേരടിക്കാൻ ഞാൻ എന്താടി അവളുടെ തന്തയാണ്? ഒരു പെണ്ണിന്റെ കല്യാണക്കുറി വലിച്ചേറി എറിയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? നമുക്കും ഇല്ല ഇതേ പ്രായത്തിലൊരു മോള്. ഛേ, ആന്റി അവൾ എന്നാ വരുന്നേ? നിനക്കേ ചെറിയൊരു നട്ട് ലൂസായ പ്രശ്നമേ ഉള്ളൂ. അതേതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറി മുറുക്കുമ്പോ അങ്ങ് ശരിയായിക്കൊള്ളു. പക്ഷേ ഇവളുടെ കൂടെ കൂടിയാ പിന്നെ ചികിത്സിച്ചാലും ഫലമില്ലാതെ വരും. എടീ, ഒരു ഭർത്താവിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ പ്രവൃത്തികളാ. അതറിയാമോ നിനക്ക്? നല്ല പ്രവൃത്തികൾ ഉണ്ടായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ കഥാപാത്രങ്ങളുണ്ട് പുരാണത്തില്. ഊർമിള അറിയാമോ? ലക്ഷ്മണന്റെ ഭാര്യ. ഏട്ടനും ഏട്ടത്തിയും വനവാസത്തിന് പോയപ്പോ ഭാര്യയെ തനിച്ചാക്കി അവളുടെ ആഗ്രഹങ്ങളെ മറന്ന് 14 കൊല്ലം ഏട്ടന്റെയും ഏട്ടത്തിയുടെയും കാവലാളായി പോയ ലക്ഷ്മണന്റെ ഭാര്യ. ഒരു അധികാരവും കിട്ടാതെ അയോധ്യയിൽ മറ്റുള്ളവരെ സേവിച്ചു കഴിഞ്ഞവൾ. അങ്ങനെ ഒരു ഊർമിളയായി ജീവിതം ഹോമിച്ച് കളയാനേ ഈ വിലാസിനിക്ക് താല്പര്യമില്ല. ഞാൻ തൃച്ചംബരം തകർക്കാൻ വേണ്ടി ബോംബ് ഓർഡർ ചെയ്യാൻ പോയതല്ലല്ലോ. പിന്നെന്തിനാ ഈ ക്രോസ് വിസ്താരമൊക്കെ? ഒറ്റയടിക്ക് കൊല്ലുന്ന നാടൻ ബോംബല്ല, പകരം ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന രാസായുധങ്ങളോടാ നിനക്ക് താല്പര്യമെന്ന് എനിക്കറിയാം. പിന്നെ നീ പറഞ്ഞ ക്രോസ് വിസ്താരം, ഇത്രയും നാൾ മക്കളെ ഓർത്താ ഞാൻ എല്ലാം സഹിച്ചത്. ഇനിയും അതിന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഏതൊരാൾക്കും ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനിയും ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നടക്കുന്നത് ഇവിടെ വെച്ചായിരിക്കില്ല, കോടതിയിൽ രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ചായിരിക്കും. പിന്നെ നമ്മളെന്ന വാക്കുണ്ടാവില്ല, ഞാനും നീയും മാത്രം. മനസ്സിലായില്ലേ? നീ ഡിവോഴ്സ് നോട്ടീസ് കൈപ്പറ്റുമെന്ന്. ഇതിനെനിക്ക് നിന്നെ വെച്ച് വേണം മറുപടി കൊടുക്കാൻ. ഇതൊന്നും കേട്ട് പതറില്ല ഈ വിലാസിനി. നീ കേട്ടിട്ടില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന്? നാളെ രാവിലെ ചരട് കെട്ടി ആനന്ദിനെ നീ ഭർത്താവാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നീ വാ, നേരത്തെ കിടന്നുറങ്ങാം. വാ. അങ്ങനെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ ഉള്ളവരെ പറ്റിച്ച് കല്യാണം നടത്താൻ നിൽക്കരുതായിരുന്നു. അഖിലാണ്ടേശ്വരി ലക്ഷങ്ങൾ പൊടിച്ചു കളയുമ്പോ ഇതൊന്നും വേണ്ട മേഡം, ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഒരു മഞ്ഞ ചരടിൽ താലി കെട്ടിയാൽ മതിയെന്ന് പറയണമായിരുന്നു. മോളെ, എന്താ ഇത്? നീ എന്താ അപ്പത്തിന് ഇത് കളയാത്തെ? എന്താ അച്ഛാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കണേ? ഏയ്, നീ ഇത് വെറുതെ സങ്കടപ്പെടുന്നത്. നമ്മളിതിനെ കല്യാണ കാർഡായിട്ടല്ല, വെറും ഒരു പേപ്പറായി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയൊന്നും തീരില്ല അച്ഛാ ഈ സങ്കടം. ഒരു ശാപം പിടിച്ച ജന്മമായി പോയെൻ്റെത്. അമ്മയുടെ സാന്നിധ്യം പോലും കിട്ടാനുള്ള യോഗം എനിക്കുണ്ടായില്ല. ഒരു മംഗളകർമ്മത്തിനും എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ല. എന്റെ ഭാഗ്യത്തിന് ആരൊക്കെയോ എപ്പോഴും ഇങ്ങനെ കയറി എറിഞ്ഞോണ്ടിരിക്കുക.
ഒരിക്കലും അല്ല മോളെ. ആരാ പറഞ്ഞത് എന്റെ കുട്ടി ഭാഗ്യവതിയല്ലെന്ന്? ഭാഗ്യമില്ലാഞ്ഞിട്ടാണോ നിനക്ക് ഇത്രയും വലിയൊരു വിവാഹബന്ധം കിട്ടിയത്? ഭാഗ്യമില്ലാഞ്ഞിട്ടാണോ എന്റെ മോള് വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയത്? ദേ നോക്കിയേ, ഈ രാജീവ് നല്ലൊരു പയ്യന. എന്റെ മോളെ പൊന്നുപോലെ അയാൾ നോക്കും. പിന്നെ ഈ കല്യാണക്കാട് അതങ്ങ് കളഞ്ഞേക്ക്. വിലാസിനി മേഡത്തിന്റെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ? മാത്രമല്ല, ഏത് ശുഭകാര്യങ്ങൾക്കും ആദ്യം ഉണ്ടാവുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ നല്ലതിനാണെന്നാ പറയാറ്. ഇനിയും മോക്ക് ഈ കാടിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് സങ്കടമാണെന്ന് വെച്ചാ നാളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കത്ത് പൂജിച്ച് വാങ്ങിക്കേ. അതോടെ തീരും എല്ലാ പ്രശ്നങ്ങളും. ശരി, പക്ഷെ അച്ഛ, നമുക്ക് ആരുടെ ഒന്നും വാങ്ങാതെ ഈ കല്യാണം നടത്തിയാൽ മതിയെന്നാ എന്റെ ഒരു വിചാരം. പറ്റുമെങ്കിൽ എന്ന ചോദ്യമില്ല. എന്റെ മോൾക്ക് ഇതൊരു കുറച്ചിലാണെങ്കിൽ നമുക്ക് അഖില മേഡം വാങ്ങിത്തന്ന സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തിട്ട് കയ്യിലുള്ളത് കൊണ്ട് പറ്റുന്ന രീതിയിൽ കല്യാണം നടത്താം. അതിനുവേണ്ടി നാട്ടിലെ 5 സെന്റ് സ്ഥലവും വീടും വിറ്റ് കിട്ടുന്ന കാശും മോക്ക് ശമ്പളമായി കിട്ടിയ 1 ലക്ഷം രൂപയും കൂടി ആവുമ്പോ കല്യാണം നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ രാജീവ് സമ്പത്തിനോട് ആർത്തിയുള്ള പയ്യനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരേ ഒരു പ്രശ്നം. അഖില മേഡം നിറഞ്ഞ മനസ്സോടെ വാങ്ങിത്തന്ന സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സുകളും ഒന്നും മടക്കി കൊടുക്കാനുള്ള ധൈര്യം ഈ അച്ഛനില്ല. അതാണ് പ്രശ്നം. എനിക്കറിയാം അച്ഛ, അഖില മേഡത്തിന്റെ നല്ല മനസ്സുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പാവപ്പെട്ടവരാണെങ്കിലും എപ്പോഴും ഇങ്ങനെ നമ്മളെ ആളുകളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താൻ വിലാസിനി എന്ന സ്ത്രീ ശ്രമിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അങ്ങനെ മാനം നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു കല്യാണം. അറിയാം, അറിയാത്തതല്ല. എന്തായാലും മോളിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അച്ഛൻ നോക്കട്ടെ ഈ കല്യാണം ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങാതെ എങ്ങനെ നടത്താൻ പറ്റുമെന്ന്. കല്യാണവും വ്യവഹാരവും നടത്തി നശിച്ച് നാറാണക്കല്ലിളകിയ ചരിത്രമാണ് നമ്മുടെ ജാതിക്കാർക്ക്. സാരമില്ല, 8ഉം 10ഒന്നും ഇല്ലല്ലോ, നീ ഒരാളല്ലേ ഉള്ളൂ. നോക്കാം. ഇപ്പൊ മോള് ചെന്ന് അച്ഛന് ചോറ് വിളമ്പ്. വല്ലാത്ത വിശപ്പ്. പകല് മുഴുവൻ ഒരേ ഓട്ടമായിരുന്നു. ഒന്ന് മേല് കഴുകിയിട്ട് അച്ഛനിപ്പോ വരാം. എല്ലാം ശരിയാവും, നീ ചെല്ല്. ഗുരുവായൂരപ്പ, എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ വീട് ആന്റി, കൈ നോവുന്നു. എടി ഇങ്ങോട്ട് വരാൻ. അയ്യോ വീട് ആന്റി, കൈ നോവുന്നു. വീട് എന്നെ വിടാൻ. എന്നെ എങ്ങോട്ടാ പിടിച്ചു വലിച്ചോണ്ട് പോന്നേ? ആന്റി കാര്യം പറ. കാര്യം പറഞ്ഞാലേ നീ വരുള്ളൂ. വാടി ഇങ്ങോട്ട്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അയ്യോ വീട് ആന്റി, കൈ നോവുന്നു. വീട് എന്നെ വിടാൻ. എന്നെ എങ്ങോട്ടാ പിടിച്ചു വലിച്ചോണ്ട് പോന്നേ? ആന്റി കാര്യം പറ. കാര്യം പറഞ്ഞാലേ നീ വരുള്ളൂ. വാടി ഇങ്ങോട്ട്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അയ്യോ സ്ഥലത്തൊക്കെ പോവാം, പക്ഷെ ഞാൻ പുട്ട് തിന്നോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അത് തിന്നു തീർക്കാൻ സമ്മതിക്കാത്ത എന്താ? അവളുടെ ഒരു പൊട്ട്. നീ കുറെ നേരം കൊണ്ട് തിന്നുന്ന കണ്ടല്ലോ. ഇതുവരെ തീർന്നില്ലേ നിന്റെ തീറ്റ? കൊറേ നേരമൊന്നും ഇല്ല, ആകെ 1.5 കുറ്റി പുട്ടേ തിന്നുള്ളൂ. അപ്പോഴാ ആന്റി പിടിച്ചു വലിച്ചോണ്ട് വന്നേ. 10 മിനിറ്റ് കഴിയുമ്പോഴേ എനിക്ക് ഇനിയും വിശക്കും. ഹുഫ്, ഈ തീറ്റപ്രാന്തിയെ വെച്ച് ഓരോന്ന് പ്ലാൻ ചെയ്യുന്ന എന്നെ വേണം ചാട്ടവാറിന് അടിക്കാൻ. അതെ, വരാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ എങ്ങോട്ടാന്ന് വെച്ചാ പോയി തൊലയ്. ഓടി പോകാൻ. അതല്ല ആന്റി, ബാക്കി പുട്ട് അവിടെ അടച്ചു വെക്കാൻ പറഞ്ഞിട്ട് പോയാ പോരെ? അതല്ലാതെ അത്യാവശ്യമായിട്ട് നമ്മളിപ്പോ എവിടെയാ പോന്നേ? എന്തെങ്കിലും ഒന്ന് പറ. നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാ. അമ്പലത്തിലോ? അതെന്തിനാ? അവിടെ പായസം വല്ലതും നേർന്നിട്ടുണ്ടോ? ഓ, പായസം നിന്റെ ഇടി.
ആനന്ദിനെ കൊണ്ട് നിന്നെ കെട്ടിക്കണ്ടേ വേണ്ടേ? ആ വേണം വേണം. ആ. ഇന്നാണോ നമ്മൾ കെട്ടുന്നേ? നേരത്തെ പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഹോ, ഇതിന് ഓർമ്മയും ചെവിത്തയൊന്നും ഇല്ലേ? എടി, ഇന്നലെ ആ സ്വാമി പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നിന്നെയും ആനന്ദിനെ ഒരുമിച്ചിരുത്തി പൂജ ചെയ്ത് ആ സ്വാമി ജപിച്ചു തരുന്ന വശീകരണ ചരട് ആനന്ദിന്റെ കൈ കെട്ടിക്കൊടുത്താലല്ലേ ഈ കല്യാണം നടക്കൂ.